സമാധാന പ്രഭുവും ഇസ്രായേലിന്റെ പരിപാലകനുമായ ഇമ്മാനുവേലിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ദൈവകൃപയിൽ സന്തോഷിച്ച് ജീവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വീണ്ടും ദൈവത്തിന്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ കർത്താവ് എനിക്ക് കൃപ നൽകിയതുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബ്രദറൻ ലൈവിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം വീണ്ടും അറിയിക്കുന്നു. നാം വളരെ പ്രശ്നസങ്കീർണമായ ഒരു ലോകത്തിലാണ് ഇന്ന് ജീവിക്കുന്നത്. ഓരോ ദിവസവും യുദ്ധവും യുദ്ധശ്രുതികളും നാം കേട്ട് ഭയവിഹ്വലരായി ലോക ജനതതി ഒന്നിച്ച് ആയിരിക്കുന്ന ഒരു കാലയളവ്. ഇന്ന് വളരെ പ്രസക്തമായ ഒരു വിഷയം നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനായി ദൈവത്തിന്റെ തിരുവചനത്തിൽ സങ്കീർത്തനം 122 6 വാക്യം ഞാൻ വായിക്കുന്നു. സങ്കീർത്തനം 122 6 വാക്യം: യെരൂശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുവിൻ, നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈര്യമായി ഇരിക്കട്ടെ. യെരൂശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുവിൻ. ശരിക്കും യെരൂശലേം എന്ന വാക്കിന്റെ അർത്ഥം സമാധാനത്തിന്റെ ഭവനം എന്നാണ്. യാരു എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ഭവനം എന്നാണ്. ശാലേം, ഷാലോം, ആ വാക്കിന്റെ അർത്ഥം സമാധാനം എന്നാണ്. യെരൂശലേം എന്ന വാക്കിന്റെ അർത്ഥം സമാധാനത്തിന്റെ ഭവനം എന്നാണെങ്കിലും ഇന്ന് അവിടെ സമാധാനം അല്പം പോലും ഇല്ലാത്ത ഒരവസ്ഥയിൽ അവിടെ പാർക്കുന്ന ജനം കഴിയുകയാണ്. ഓരോ പൗരനും അവരുടെ കയ്യിൽ ഒരു തോക്കുമായിട്ട് സഞ്ചരിക്കേണ്ട വല്ലാത്ത ഭീതിയുള്ള അവസ്ഥ. കാരണം എപ്പോഴാണ് ഒരു തീവ്രവാദി ആക്രമണം വരുന്നത് എന്ന് അറിയുകയില്ല. കഴിഞ്ഞ 9-ാം തീയതി വൈകിട്ട് യെരൂശലേമിന്റെ പട്ടണത്തിൽ നടന്ന ഒരു സംഭവം നിങ്ങൾ കേട്ടുവല്ലോ. അന്ന് 6 പേരാണ് 2 തീവ്രവാദികൾ, ഹമാസ് തീവ്രവാദികൾ വെടിവെച്ച് കൊല്ലപ്പെട്ടത്. അതിന്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ ദിവസം 9-ാം തീയതി ദോഹയിലുള്ള ഒരു വലിയ കെട്ടിടത്തെ ഇസ്രായേൽ ആക്രമിച്ച് ഹമാസിന്റെ പല നേതാക്കന്മാരും കൊല്ലപ്പെട്ടു എന്ന വാർത്ത നാം കേട്ടിരിക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കുക പ്രിയപ്പെട്ടവരെ, യെരൂശലേമിൽ സമാധാനമില്ലാതെ ആയിരിക്കുന്നതിന്റെ കാരണം അവിടെ മറ്റ് ആളുകൾ വന്ന് ആക്രമിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നാം യെരൂശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്? യെരൂശലേമിൽ സമാധാനം ഉണ്ടായാൽ ലോകമെല്ലായിടത്തും സമാധാനം ഉണ്ടാകും. ഇന്ന് കേരളത്തിലെ പല വാർത്താ മാധ്യമങ്ങളും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, യൂട്യൂബിലൂടെ നിരവധി ചാനലുകളിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തിയാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവിടുത്തെ ഓരോ വാർത്താ അവതാരകരും ഇസ്രായേലിന്റെ ചരിത്രം അല്പം പോലും അറിയാതെ കാര്യം പറയുന്നത് പോലെ നമുക്ക് തോന്നിപ്പോകും. കാരണം എന്താണ്? അവർ ഓരോരുത്തരും ഇസ്രായേലാണ് തീവ്രവാദ രാഷ്ട്രം, ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ഒരു തീവ്രവാദിയാണ്, അദ്ദേഹം എല്ലാവരെയും ആക്രമിക്കുന്ന ദുഷ്ടനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസിദ്ധമായ ഓരോ വാർത്താ ചാനലുകളും അവരുടെ വാർത്ത അവതരിപ്പിക്കുന്നത്. എന്നാൽ ചില യൂട്യൂബ് ചാനലുകളിൽ നമുക്ക് കാണുവാൻ കഴിയും സത്യസന്ധമായി പരമാർത്ഥതയോടുകൂടെ ഇസ്രായേലിനെ 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഹമാസ് ആക്രമിച്ചതിന് ശേഷം വീണ്ടും ഇസ്രായേൽ ആയുധമെടുത്തു എന്നുള്ളത് വ്യക്തമായി പറയുന്നു. അവരുടെ ബന്ദികൾ ഇന്നും ഹമാസിന്റെ കയ്യിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഇസ്രായേൽ രാഷ്ട്രം സമാധാനത്തോടെ ഇരിക്കുന്നത്? അവരുടെ ബന്ദികളെ തിരികെ കൊണ്ടുവരേണ്ടത് അവരുടെ ഉത്തരവാദിത്തമല്ലേ? ഇന്ന് ഈ ചാനലുകളിൽ വാർത്ത അവതരിപ്പിക്കുന്ന സ്നേഹിതന്മാരെ ഞാൻ നിങ്ങളോട് ഒരു വാക്ക് ചോദിക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ വന്ന് ഇതുപോലെ തീവ്രവാദികൾ നിങ്ങളുടെ ഭാര്യയോ കുഞ്ഞുങ്ങളെയോ പിടിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കുമോ? പിന്നെയും നിങ്ങൾ അവരോട് സമാധാനം പറയുമോ? അതോ നിങ്ങളുടെ ബന്ധിയെ തിരികെ കൊണ്ടുവരുന്നതുവരെ നിങ്ങൾ നിങ്ങളാലാവോളം നിങ്ങളുടെ പൗരുഷത്തോടുകൂടെ തന്നെ പെരുമാറുകയില്ലേ? അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ അവരുടെ ബന്ദികളെ വിട്ടു തന്നാൽ യുദ്ധം നിർത്താമെന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്?
ഇസ്രായേലിന്റെ പ്രശ്നം പരിഹരിക്കുവാനായി ദോഹ എന്ന രാജ്യത്ത്, ഖത്തർ എന്ന രാജ്യത്ത് ദോഹ എന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണത്തിൽ ഇവർ ഒന്നിച്ചു കൂടിയിട്ട് സമാധാനത്തിനുള്ള ചർച്ച നടത്തുകയും പിറ്റേ ദിവസം പിന്നെയും പറയുകയാണ്, ഞങ്ങളുടെ സകല ബന്ധുക്കളെയും വിട്ടു തന്നാൽ, ഞങ്ങളുടെ രാജ്യത്ത് നിങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചാൽ, ഹമാസിനെ എല്ലാം വെറുതെ വിട്ടാൽ, ഹമാസിനെ ഒരു രാജ്യമായി മാറ്റിയാൽ, അല്ലെങ്കിൽ പാലസ്തീൻ ഒരു രാജ്യമായി പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളെ വിട്ടുതരാം. എന്തോ ഒരു ആക്ഷേപമാണിത്. എന്നിട്ടും ഐക്യരാഷ്ട്ര സംഘടനയും അതുപോലെ ലോകത്തുള്ള സകല രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ എഴുന്നേറ്റ് വരികയാണ്. ഇത് ദൈവത്തിന്റെ വചനത്തിന്റെ ഒരു പ്രവചനമാണ്. ദൈവവചനം വളരെ വ്യക്തമായി പറയുകയാണ്, ലോക രാഷ്ട്രങ്ങളെല്ലാം ഇസ്രായേലിനെതിരെ വരും. എന്നാൽ ഞാനൊരു സത്യം വ്യക്തമായി ഓർമ്മിപ്പിക്കട്ടെ, ഇസ്രായേലിനെ തോൽപ്പിക്കുവാൻ കഴിയില്ല. ഇന്ന് എത്രയോ വർഷം അല്ലെങ്കിൽ നാളുകളായി ഓരോ വാർത്താ ചാനലുകളും വളരെ ശക്തമായി പറയുന്നു, ഇസ്രായേലിനെ ഇന്ന രാജ്യം ആക്രമിക്കുവാൻ പോകുന്നു, തവിട് പൊടിയായി പോകും, ഇസ്രായേൽ ശേഷിക്കുകയില്ല എന്ന്. എന്നാൽ ഒരു സത്യം പറയട്ടെ, അവസാനം ഇന്ന് കൂടെ നിൽക്കുന്ന അമേരിക്കയും ഇസ്രായേലിനെതിരെ തിരിയും, കൂടെ നിൽക്കുന്ന ഇന്ത്യയും ഇസ്രായേലിനെതിരെ തിരിയും. അന്ന് എതിർ ക്രിസ്തു ഭരിക്കുന്ന നാളുകളിൽ ഇസ്രായേലിനെതിരെ സകല രാഷ്ട്രങ്ങളും ഒന്നിച്ചു വരുമ്പോൾ അവർ കുത്തിയവങ്ങളിലേക്ക് നോക്കും, അവരുടെ രക്ഷാനായകനിലേക്ക് നോക്കും. അവർ തിരിച്ചറിയാതെ പോയ അവരുടെ മെസ്സിഹായെ അവർ വിളിക്കും. അന്ന് അവരുടെ മെസ്സിഹ ഇറങ്ങി വരികയും അവർക്ക് വേണ്ടി നീതിയും ന്യായവും നടത്തി അവരെ രക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇസ്രായേലിനെതിരെ ഘോരഘോരം പ്രസംഗിക്കുന്ന ഓരോ വ്യക്തിയോടും പറയട്ടെ, എഴുതപ്പെട്ട ദൈവത്തിന്റെ തിരുവചനം, ഈ സത്യവചനം, വിശുദ്ധ ബൈബിൾ, അലംഘനീയമായ ദൈവത്തിന്റെ ന്യായം വിധി നടത്തുന്ന ദൈവിക വചനം ഈ സത്യം പറയുന്നു, ഇസ്രായേലിനെ തോൽപ്പിക്കാൻ കഴിയില്ല. തോറ്റാൽ അവനെ ഉന്മൂലനാശനം ചെയ്യുവാനായിട്ടാണ് എതിരാളികൾ വരുന്നത്. അതുകൊണ്ട് അവസാന ശ്വാസം വരെയും അവർ പോരാടും. അത് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. എന്നാൽ ഇസ്രായേലിന്റെ സമാധാനം ഇല്ലാതാകുന്നത് എന്താണ്? ലോകത്തിലെ പല സംഘടനകളും തീവ്രവാദികളും ഒക്കെ അവരുടെ പട്ടണങ്ങളിൽ വന്ന് ആക്രമണം നടത്തി അവരുടെ സമാധാനം നശിപ്പിക്കുമ്പോൾ അവർ എങ്ങനെ സമാധാനമുള്ളവരായിട്ടിരിക്കും? അവരെ നശിപ്പിക്കുന്ന, അവരുടെ മക്കളെ നശിപ്പിക്കുന്ന, അവരുടെ സ്ത്രീകളെ നശിപ്പിക്കുന്ന ആളുകൾക്കെതിരെ അവർ എങ്ങനെ ആയുധമെടുക്കാതിരിക്കും? എങ്ങനെ അവർക്ക് സമാധാനത്തോടെ നടക്കുവാൻ കഴിയും? അതുകൊണ്ട് ഇവിടെ നാം കാണുകയാണ്, ഇസ്രായേലിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുകയും എന്ന്. ലോക ചരിത്രം നന്നായി മനസ്സിലാക്കിയിട്ടുള്ളവർക്കറിയാം, ഏകദേശം 3075 വർഷത്തിനപ്പുറം ഇസ്രായേലിന്റെ ആദ്യ രാജാവായ ശൗൽ യെരൂശലേം കേന്ദ്രമാക്കി, അല്ലെങ്കിൽ ആ സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട തന്റെ സിംഹാസനമാക്കി വെച്ചുകൊണ്ട് ഭരണം തുടങ്ങി. അദ്ദേഹത്തിന്റെ അനുയായി വന്ന ദാവീദ് അന്ന് തന്റെ കേന്ദ്രം യെരൂശലേമാക്കി മാറ്റി. അദ്ദേഹം 1050 BC മുതൽ 1010 വരെ ഭരണം നടത്തിയ ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായ ശൗലിന് ശേഷം 970 BC വരെ ദാവീദായിരുന്നു ഇസ്രായേൽ ഭരിച്ചത്. 1010 BC മുതൽ 970 വരെ ദാവീദ് തന്റെ ഭരണം നടത്തി. ദാവീദിന്റെ ഭരണകാലത്താണ് യെരൂശലേം ഇസ്രായേലിന്റെ തലസ്ഥാനമാക്കി അദ്ദേഹം മാറ്റിയത്. അതിനുശേഷം ലോകം നന്നായി അറിയുന്ന ശലോമോൻ എന്ന് പറയുന്ന രാജാവ് 970 മുതൽ 930 BC വരെ ഭരണം നടത്തിയുണ്ടായി. ഈ കാലയളവിലെല്ലാം ഇസ്രായേലിന്റെ തലസ്ഥാനം യെരൂശലേമായിരുന്നു. അതിനുശേഷം എത്രയോ കാലങ്ങൾ ഇസ്രായേൽ തങ്ങളുടെ രാഷ്ട്രമായി അത് വെച്ചു. ഇസ്രായേലിന്റെ പിതാക്കന്മാരായി അറിയപ്പെടുന്ന അബ്രഹാമിന് വാഗ്ദത്തമായി നൽകിയതാണ് ഇസ്രായേൽ ഭൂപ്രദേശം, കനാൻ ദേശം. ആ ദേശത്ത് അബ്രഹാമും ഇസഹാക്കും യാക്കോബും അവരുടെ സന്തതി പരമ്പരകളും ഭരിക്കുകയും വാഴുകയും ജീവിക്കുകയും സ്വൈര്യമായി കഴിയുകയും ചെയ്തു. എന്നാൽ ആ രാഷ്ട്രത്തിൽ 1948 AD അവിടെ സ്വാതന്ത്ര്യം ലഭിച്ച് ഇസ്രായേൽ അനേക രാജ്യങ്ങളിൽ നിന്നും അടങ്ങി വന്ന ആ നാള് മുതൽ ഇന്ന് വരെയും ഇസ്രായേലിനെ സ്വൈര്യമായി ജീവിക്കുവാൻ, സമാധാനമായി ജീവിക്കുവാൻ ചുറ്റുപാടുമുള്ളവർ അനുവദിക്കുന്നില്ല. ഐക്യരാഷ്ട്ര സംഘടന തന്നെ ഇസ്രായേൽ ദോഹയിലേക്ക് ചെന്ന് ആക്രമണം നടത്തി ഹമാസിന്റെ തീവ്രവാദികളെ കൊല്ലുമ്പോൾ ഉടൻ പ്രതികരിക്കുകയാണ്, അത് അന്യായമാണെന്ന്. ലോകത്തിലെ സകല രാഷ്ട്രങ്ങളിലുള്ള ഓരോ ചാനലുകാരും പ്രതികരിക്കുകയാണ്, അന്യായമാണെന്ന്. ദോഹയിൽ ഇരുന്നു കൊണ്ട് യെരൂശലേമിൽ കൊലപാതകം നടത്തുവാൻ ഓർഡർ കൊടുക്കുന്ന നേതാക്കന്മാരെ അല്ലേ ശരിക്കും ആക്രമിക്കേണ്ടത്? അതുകൊണ്ട് ഇതിലേതാണ് ശരി, ഏതാണ് തെറ്റെന്ന് വിചിന്തനം ചെയ്യുവാൻ ഞാൻ ശ്രോതാക്കൾക്ക് വിടുന്നു. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം,
ഏകദേശം 3000 വർഷം മുതൽ യെരൂശലേമിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും ഇന്നും എന്തേ യെരൂശലേമിന് സമാധാനം വരാത്തത്? അതിനൊരു ഉത്തരമേ ഉള്ളൂ. സമാധാനത്തിന്റെ പ്രഭുവായ കർത്താവായ യേശുക്രിസ്തു രാജാവായി മടങ്ങി വന്ന് യെരൂശലേം തന്നെ കേന്ദ്രമാക്കി ഭരിക്കുന്നത് വരെയും ലോകത്തിൽ യെരൂശലേമിൽ സമാധാനം ഉണ്ടാവുകയില്ല. എന്നാൽ യെരൂശലേമിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എന്തിനാണ്? അത് കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരേണ്ടതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണ്. ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ച വേദഭാഗം 122 സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യമാണ്. എന്നാൽ 122 സങ്കീർത്തനം വളരെ മനോഹരമായി യെരൂശലേമിന്റെ മനോഹാരിത വർണ്ണിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ സങ്കീർത്തനത്തിൽ യെരൂശലേമിന്റെ മനോഹാരിത വർണ്ണിക്കുന്നത്? കാരണം യെരൂശലേമിൽ ദൈവത്തിന്റെ ആലയമുണ്ട്. ദൈവത്തിന്റെ ആലയം എന്നും യഹൂദന് ഒരു അഭിമാനമാണ്. നിങ്ങൾക്കും എനിക്കും നന്നായിട്ട് അറിയാം, വാർത്തകളിലൂടെ നാം കാണുന്നുണ്ട്, യെരൂശലേമിൽ വീണ്ടും ഒരു ദൈവാലയം പണിയുവാൻ യഹൂദന്മാർ സകല തയ്യാറെടുപ്പും നടത്തി കഴിഞ്ഞു. 2011 ഞാൻ യെരൂശലേം സന്ദർശിച്ചപ്പോൾ ഒരു പുതിയ ദേവാലയം ഉണ്ടാക്കി ഒരു പുരോഹിതനെ സ്ഥാപിച്ച് അവിടെ യാഗം നടത്തുവാനും ഉള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് ഒരു ദേവാലയത്തിലേക്കുള്ള സകല ഉപകരണങ്ങളും തയ്യാറാക്കി അവിടെ വെച്ചിരിക്കുന്ന ഒരു സ്ഥലം ഞാൻ സന്ദർശിക്കേണ്ടതായിട്ട് വന്നു. ആ സ്ഥലത്തിന്റെ പേര് ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ്. അവിടെയുള്ള വിലാപമതിലിനോട് ചേർന്ന് തന്നെ അടുത്തു തന്നെയുള്ള ഒരു സ്ഥാപനമാണത്. അവർ ഒരുങ്ങിയിരിക്കുകയാണ് ഒരു ദൈവാലയം സ്ഥാപിക്കുവാനായിട്ട്. ഇസ്രായേൽ ഒരുങ്ങിക്കഴിഞ്ഞു. ഇസ്രായേലിന് ഇന്നും ആഗ്രഹമാണ് നശിപ്പിക്കപ്പെട്ട ആ ദേവാലയം അവർക്ക് പുതുക്കി പണിയണം എന്ന്. AD 70 നശിപ്പിക്കപ്പെട്ടതാണ്. അത് പുതുക്കി പണിയുന്നത് അവരുടെ ലക്ഷ്യമാണ്. ഏകദേശം 2000-ഓളം വർഷമായി അവർ അതിനുവേണ്ടി കൊതിക്കുകയാണ്. അവരുടെ തലമുറകൾ ഇന്ന് ഒന്നിച്ചു വന്നിരിക്കുന്നു. അവർ അവിടെ ദേവാലയം പണിയും, അവർ സമാധാനമെന്ന് നിരൂപിക്കുമെങ്കിലും ഏകദേശം 7 വർഷം അല്പം പോലും സമാധാനമില്ലാതെ ലോകത്തിൽ ഇസ്രായേലിന്റെ കഷ്ടകാലം എന്ന് പറയുന്ന ആ കാലം വരും. അതിനുശേഷം അവർക്ക് സമാധാനം വരും. എന്നാൽ ഇന്ന് 122 സങ്കീർത്തനത്തിലൂടെ നാം വിചിന്തനം ചെയ്യുവാൻ പോകുന്നത് സമാധാനമുള്ളത് ദൈവാലയമുള്ള ഇടത്താണ്. ദൈവാലയമുള്ള ഇടത്ത് സമാധാനമുണ്ടാകാം. അതുകൊണ്ട് 122 സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വളരെ വേഗം നമുക്കൊന്ന് നോക്കാം. 122 സങ്കീർത്തനം അതിന്റെ തലക്കെട്ടിൽ എഴുതിയിരിക്കുന്നത് ദാവീദിന്റെ ഒരു ആരോഹണ ഗീതം എന്നാണ്. ദാവീദ് യെരൂശലേമിൽ ദേവാലയം പണിയുവാൻ ആഗ്രഹിച്ചവനാണ്. അദ്ദേഹം തന്റെ കൈകൊണ്ട് രക്തം ചിന്തിയതിനാൽ അദ്ദേഹത്തിന്റെ മകൻ മാത്രമായിരിക്കും അത് പണിയുന്നതെന്ന് ദൈവം വളരെ വ്യക്തമായി പറഞ്ഞു. യെരൂശലേമിലേക്ക് ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുവന്ന് അവിടെ ഒരു ദൈവാലയം സ്ഥാപിക്കുക എന്നുള്ളത് ദാവീദിന്റെ വലിയ കൊതിയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മകനാണ് യെരൂശലേമിൽ ദൈവാലയം സ്ഥാപിച്ചത് നമുക്കറിയാം. അത് മുമ്പിൽ കണ്ടുകൊണ്ട് ദാവീദ് എഴുതുന്നതാണ് ഈ സങ്കീർത്തനം. നമ്മൾ 120 മുതൽ 134 വരെയുള്ള സങ്കീർത്തനങ്ങളെ അറിയുന്നത് ആരോഹണ ഗീതങ്ങൾ എന്നാണ്. ഈ ആരോഹണ ഗീതങ്ങൾ 15 സങ്കീർത്തനങ്ങൾ, അത് ഓരോന്നും വളരെ മനോഹരമാണ്. ഇസ്രായേലിന്റെ ഓരോ യുവാക്കന്മാരും യുവതികളും ഓരോ പൗരന്മാരും അവർ ദൈവത്തിന്റെ ആലയത്തിലേക്ക് വരുവാൻ കൊതിക്കുന്നവരാണ്. ദൈവത്തിന്റെ സന്നിധി അവർ കാക്ഷിക്കുന്നവരാണ്. അതിനുവേണ്ടി അവർ അടുത്തു വരുമ്പോൾ, യെരൂശലേമിന്റെ ആ പട്ടണത്തിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ, ദൈവാലയം അവിടെ ഉണ്ട് എന്നുള്ള ആ ആവേശം അവരുടെ ഹൃദയത്തെ ഭരിക്കുമ്പോൾ അവർ ഉറക്കെ പാടുന്ന പാട്ടുകളാണ് ഈ സങ്കീർത്തനം 120 മുതൽ 134 വരെയുള്ള 15 സങ്കീർത്തനങ്ങൾ. അതിലൂടെ വേഗത്തിൽ നാം ഒന്ന് ഓടിപ്പോയാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് 120 സങ്കീർത്തനം പറയുകയാണ്, യഹോവേ എന്റെ കഷ്ടതയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഞാൻ സമാധാനപ്രിയനാണ്, എന്നാൽ എനിക്കെതിരെ ശത്രുക്കൾ പെരുകുന്നു, നീ എന്നെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. 121 വരുമ്പോൾ നമ്മൾ ആവർത്തിച്ചവിടെ കാണുകയാണ്, യഹോവ എന്റെ പരിപാലകൻ, ഇസ്രായേലിന്റെ പരിപാലകനായ ദൈവം, അവങ്കിലേക്ക് ഞാൻ എന്റെ കണ്ണുകളെ ഉയർത്തുന്നു എന്ന് 121 സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയും. 122 സങ്കീർത്തനത്തിൽ നാം കാണുന്നത് യെരൂശലേമിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, അവിടെ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകണം എന്നുള്ളതാണ്. 123 സങ്കീർത്തനത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ യഹോവ എന്നോട് കൃപ ചെയ്യുവോളം ഞാൻ അവന്റെ സഹായത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. ദൈവം നമ്മളോട് കൃപയുള്ളവനാണ്.
കൃപ ചെയ്യുവോളം കാത്തിരിക്കണം. അതെ, ദൈവം സഹായിക്കും എന്ന സങ്കീർത്തനം പഠിപ്പിക്കുന്നു. 124 വരുമ്പോൾ വീണ്ടും ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുതൽ നൽകുന്നതിനെ കുറിച്ചാണ്. യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ നമ്മൾ പട്ടുപോകുമായിരുന്നു, നശിച്ചു പോകുമായിരുന്നു എന്ന സങ്കീർത്തനം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിന്റെ യഹോവയുടെ നാമത്തിലാണ് എന്ന സങ്കീർത്തനം ഇസ്രായേലിനെ ഉദ്ബോധിപ്പിക്കുന്നു. 125 വരുമ്പോൾ നാം കാണുന്നത് ദൈവം തന്റെ ജനത്തെ ചുറ്റി പരിപാലിക്കുന്നതാണ്. ദൈവം എന്നും തന്റെ ജനത്തെ ചുറ്റി പരിപാലിക്കും. അവൻ ഹൃദയപരമാർത്ഥികളോട് നന്മ ചെയ്യും. അവൻ ദൈവത്തിന്റെ ജനത്തെ സൂക്ഷിക്കും എന്ന് പറയുന്നു. 126 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേലിന് പണ്ടൊരു പ്രവാസം ഉണ്ടായിരുന്നു. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുന്ന ജനത്തിന്റെ നാവിലെ സ്തുതിഗീതങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവർ അന്ന് പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ബന്ധനസ്ഥരാക്കി അവരെ കൊണ്ടുപോകുന്ന ആളുകൾ അവരോട് പാട്ടുപാടുവാൻ പറഞ്ഞു. പക്ഷേ അന്യനാട്ടിൽ എങ്ങനെ ദൈവത്തിന്റെ സ്തുതിഗീതങ്ങൾ പാടും? അതുകൊണ്ട് സ്വന്തം ജനത്തേക്ക് ചേരുമ്പോൾ, സ്വന്തം നാട്ടിലേക്ക് വരുമ്പോൾ അവർ ചെയ്യുന്ന ആ പാട്ട് അത് അതിമനോഹരമായി 126 സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നു. എന്നാൽ 127 വരുമ്പോൾ വീട് പണിയുന്ന യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വിധാ അധ്വാനിക്കുകയാണ്. ഐശ്വര്യം കർത്താവിൽ നിന്നാണ് വരുന്നത്, അനുഗ്രഹവും നന്മയും ദൈവമാണ് നൽകുന്നത് എന്ന സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുന്നു. 128 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ യഹോവയെ ഭയപ്പെടുന്നവൻ എത്ര ഭാഗ്യവാൻ, യഹോവയെ ഭയപ്പെട്ടവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അവന്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ഇരിക്കും, അവന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെ ഇരിക്കും. അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാകും, അവൻ ഇസ്രായേലിന്റെ നന്മ കാണും, അവന്റെ തലമുറകളെയും അവൻ കണ്ട് ആനന്ദിക്കുമെന്ന സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുന്നു. 129 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ സിയോന്റെ ശത്രുക്കളെ തോൽപ്പിക്കുവാനുള്ള ഒരു പ്രാർത്ഥനയാണ്. ഇസ്രായേലിന്റെ വിരോധികൾ അവരെ വല്ലാതെ ഉപദ്രവിക്കുകയാണ്. എന്നാൽ അതിന്റെ നടുവിലും അവരെ പരിപാലിക്കുന്ന ദൈവത്തെ ആ 129 സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയും. 130 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ യഹോവ വീണ്ടെടുക്കുന്ന ദൈവമാണ്, അവൻ സ്നേഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് അവനിൽ പ്രത്യാശയുള്ളവർ അവന് വേണ്ടി കാത്തിരിക്കും എന്ന് നാം വായിക്കുന്നു. അതെ, ദൈവം പാപം ക്ഷമിച്ച് സ്വന്തം ജനമാക്കി തീർത്ത ദൈവത്തിന്റെ ജനം കർത്താവിന് വേണ്ടി കാത്തിരിക്കും, യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കും. അവരുടെ കർത്താവ് തക്ക സമയത്ത് വന്ന് അവരെ വിടുവിക്കും. അതവരുടെ പ്രത്യാശയാണ്. അതുകൊണ്ട് 130 സങ്കീർത്തനം ദൈവത്തിന്റെ ജനത്തിന് ദൈവം നൽകുന്ന വീണ്ടെടുപ്പിലുള്ള പ്രത്യാശയെ കാണിക്കുന്നു എന്ന് കാണുവാൻ കഴിയും. 131 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കേണ്ട ഇതിന്റെ ആവശ്യകത നമുക്ക് കാണുവാൻ കഴിയും. നമ്മോട് വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിഗളിച്ചു നടക്കുന്നില്ല, എന്റെ ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നില്ല. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുവൻ ദൈവത്തിൽ പൂർണ്ണമായും കീഴടങ്ങിയിരുന്ന് ദൈവികത മനസ്സിലാക്കി ജീവിക്കും എന്ന് ആ വാക്യം പഠിപ്പിക്കുകയാണ്. 132 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ആലയത്തിൽ ദൈവത്തിന്റെ തിരുനിവാസത്തിലേക്ക് ചെല്ലുന്നതിന്റെ അനുഗ്രഹവും അവിടെ പകരുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം നൽകുന്ന ഉത്തരവുമാണ്. ദൈവം, യഹോവയായ ദൈവം ഉടമ്പടികളുടെ ദൈവമാണ്. ആ ദൈവം തീർച്ചയായും തന്റെ ഉടമ്പടി പാലിക്കും. അവനെ ഓർമ്മപ്പെടുത്തുക, അവൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും എന്നത് പറയുന്നു. 133 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നതിന്റെ അനുഗ്രഹമാണ്. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു എന്ന് നാം കാണുന്നു. അത് ഐക്യതയുടെ ശക്തി എത്ര വലുതാണ് എന്ന് പഠിപ്പിക്കുന്നു. അവസാനമായി 134 സങ്കീർത്തനം. അവിടെ ദൈവത്തിന്റെ ആലയത്തിന്റെ കാവൽക്കാരായി ആ യെരൂശലേം പട്ടണത്തെ കാവൽ കാത്ത് ഇരിക്കുന്നവർ ഭാഗ്യമുള്ളവരാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് ഈ 15 സങ്കീർത്തനങ്ങളും വളരെ മനോഹരമാണ്. യെരൂശലേമിനോടുള്ള ബന്ധത്തിൽ യെരൂശലേമിന്റെ മഹത്വവും അതിന്റെ സമാധാനവും ഐശ്വര്യവും ദൈവത്തിന്റെ സംരക്ഷണവുമാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. 122 സങ്കീർത്തനം അത് ദൈവമുള്ള ഇടത്തിന്റെ മനോഹാരിത പറയുകയാണ്. ഞാൻ ദൈവത്തിന്റെ ആലയം എന്ന് ഉള്ളത് ഇന്ന് കർത്താവിന്റെ സഭയാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നു.
നിങ്ങളും ഞാനും ആ കാര്യം ബോധ്യമുള്ളവരാണെന്ന് എനിക്കറിയാം. കർത്താവായ യേശു ക്രിസ്തു മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 18 പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഇന്നും കർത്താവായ യേശു ക്രിസ്തു ഒരു വലിയ ദൗത്യം ഭൂമിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ സ്വർഗത്തിൽ വാഴുന്നു, സ്വർഗത്തിൽ ഇരിക്കുന്നു, സ്വർഗത്തിൽ വസിക്കുന്നു എന്ന് വരികിലും അവന്റെ ശരീരമാകുന്ന സഭയിലൂടെ അവൻ ഇന്നൊരു മഹാപ്രവൃത്തി ചെയ്യുന്നുണ്ട്. ആ പ്രവൃത്തി തന്റെ സഭയെ പണിയുക എന്നുള്ളതാണ്. കർത്താവിന് പ്രാദേശികമായ ഓരോ സഭയും അവന്റെ ശരീരമായ സഭയായി തന്നെ നിൽക്കുകയാണ്. കർത്താവിന്റെ ദിവ്യ സാന്നിധ്യം അവിടെയുണ്ട്. ആ സഭയിൽ എന്ത് നടക്കണമെന്നുള്ളത് ഈ സങ്കീർത്തനം ധ്യാനിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഞാൻ വളരെ വേഗത്തിൽ ആ കാര്യം നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. 122-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം പറയുകയാണ്, യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്നവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. യഹോവയുടെ ആലയം, the house of God, where God dwells, ദൈവം വസിക്കുന്ന ഇടമാണ് യഹോവയുടെ ആലയം. നാം 1 കൊരിന്ത്യർ 3:16 വായിക്കുന്നുണ്ട്, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? നാം 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ എന്ന് വായിക്കുന്നു. 1 കൊരിന്ത്യർ 3:16-ഉം 6:19-ഉമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞത്. അതിൽ 3:16-ൽ നമ്മൾ വ്യക്തമായി കാണുകയാണ്, യേശു ക്രിസ്തുവിന്റെ സഭയാകുന്ന ദൈവത്തിന്റെ മന്ദിരം, അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. അതുകൊണ്ട് ഓരോ പ്രാദേശിക സഭയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുള്ള ആ പരിശുദ്ധ സ്ഥലം, അതെ, വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനം, രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ ജനം, അവർ ഒന്നിച്ചു കൂടുന്ന ഇടമാണ് ദൈവത്തിന്റെ ആലയം. ദൈവത്തിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, the house of God is a place of joy. ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത് ഒരു സന്തോഷത്തിന്റെ ഇടമാണ്. ഇന്ന് ദൈവമക്കളായ നാം ദൈവത്തിന്റെ ആലയത്തിൽ അല്ലെങ്കിൽ സഭയായിട്ട് ഒന്നിച്ചു കൂടുമ്പോൾ അത് സന്തോഷം പകരുന്നതാണോ, അതോ നമ്മുടെ ഹൃദയത്തിൽ വാശിയും വൈരാഗ്യവും വർദ്ധിച്ച് അന്യോന്യം കോപം ജനിപ്പിക്കുന്ന ഒരിടമാണോ? ഓ പ്രിയ ദൈവജനമേ, ഇന്ന് തീർച്ചയായും നാം ചിന്തിക്കേണ്ട ഒരു വിലയേറിയ സത്യമാണ് ഇത്. നിങ്ങൾ ദൈവത്തിന്റെ ആലയത്തിലേക്ക് പോകുന്നത് സന്തോഷത്തിന് വേണ്ടിയോ അതോ സ്വൈര്യം കെടുത്തുന്നതിന് വേണ്ടിയോ? നാം ഒന്നിച്ചു കൂടുന്ന ഇടം അത് സന്തോഷത്തിന്റെ സ്ഥലമായിരിക്കണം. യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അതെ, ദൈവത്തിന്റെ ആലയം സന്തോഷത്തിന്റെ ഇടമാണ്. സങ്കീർത്തനം 23:6 നാം വായിക്കുന്നു, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. നമ്മൾ ഇവിടെ ദൈവജനവുമായിട്ടുള്ള കൂട്ടായ്മ, അതിന്റെ ഒരു തുടർച്ചയാണ് നിത്യത. ഈ ഭൂമിയിലെ ദൈവാലയത്തിൽ നിന്ന് സ്വർഗത്തിലെ ആലയത്തിലേക്ക് ചേർക്കപ്പെടുന്ന ഒരനുഭവം. അതുകൊണ്ട് ദൈവത്തിന്റെ ആലയം ഒരു സന്തോഷത്തിന്റെ ഇടമായിട്ട് തീരണം. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ആലയം സന്തോഷത്തിന്റെ ഇടമാകുന്നത്? അവിടെയാണ് ദൈവജനം ഒന്നിച്ചുകൂടി കൂട്ടായ്മ ആചരിക്കുന്നത്. അത് കൂട്ടായ്മയുടെ ഇടമാണ്. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ഫെലോഷിപ്പ്. ആ സന്തോഷം, ആ കൂട്ടായ്മ നൽകുന്ന സന്തോഷം, അതാണ് ദൈവജനത്തിന്റെ സന്തോഷം. അതുകൊണ്ട് ഇന്നും കർത്താവിനെ ആരാധിക്കുവാനായി സഭയിലേക്ക് കടന്നു പോകുന്ന, ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമൈതലേ, നിനക്ക് ദൈവജനവുമായിട്ട് ഒന്നിച്ചു കൂടുമ്പോൾ സന്തോഷമുണ്ടാകുവാൻ ഇടയാകട്ടെ. രണ്ടാമതായിട്ട് നാം 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, യെരൂശലേമേ, ഞങ്ങളുടെ കാലുകൾ നിന്റെ വാതിലുകൾക്കകത്ത് നിൽക്കുന്നു, തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരൂശലേമേ. അപ്പോൾ യെരൂശലേം സമാധാനത്തിന്റെ ഭവനം, അതിലേക്ക് കാലുകൾ ചെല്ലുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അവിടെ തമ്മിൽ ഇണക്കിയ നഗരമായി നിൽക്കുന്ന ഒരു പട്ടണം, a city that is compact together, united together in that place. അവിടെ ഒന്നിച്ച് ചേർക്കപ്പെടുന്ന ഒരു ഇടമാണ്. അതെ, ഇന്നും ദൈവത്തിന്റെ ആലയമുള്ള സ്ഥലം, ഇറ്റ്സ് എ പ്ലേസ് ഓഫ് യൂണിറ്റി. അത് ഐക്യതയുടെ സ്ഥലമായിരിക്കണം. ഐക്യമത്യപ്പെട്ട് ഏക മനസ്സുള്ളവരായി ഏകഭാവം കൊണ്ട് നാം ഒന്നിച്ചു നിൽക്കേണ്ട ഒരിടമാണ് ദൈവത്തിന്റെ ഭവനം. പ്രിയ ദൈവമക്കളെ, ഇന്ന് നമ്മുടെ ഇടയിൽ എത്രമാത്രം ഐക്യതയുണ്ട്.
കൊരിന്ത്യ സഭയിൽ പറഞ്ഞതുപോലെ പത്രോസിന്റെ പക്ഷക്കാരും പൗലോസിന്റെ പക്ഷക്കാരും അപ്പല്ലോസിന്റെ പക്ഷക്കാരും ക്രിസ്തുവിന്റെ പക്ഷക്കാരും ഒക്കെ ആയിട്ട് ദൈവത്തിന്റെ ജനം വിഭജിക്കപ്പെട്ടുവോ? ദൈവത്തിന്റെ ആലയം അത് വിഭജനത്തിന്റെ സ്ഥലമല്ല, അത് ഐക്യത്തിന്റെ സ്ഥലമാണ്. ഒന്നിച്ചു നിൽക്കേണ്ട, ഒരു മനസ്സുള്ള, ഒരു ഭാവമുള്ള, ഒരേ ലക്ഷ്യത്തിനു വേണ്ടി മുന്നേറുന്ന ഒരു കൂട്ടം വിശ്വാസികളുടെ കൂട്ടമായിരിക്കണം ഇത്. ഇന്ന് നിങ്ങളും ഞാനും ചേർന്ന് വരുന്ന ദൈവത്തിന്റെ സഭയാകുന്ന വിശുദ്ധ ദൈവാലയം അങ്ങനെയുള്ള ഐക്യത്തിന്റെ സ്ഥലമായി തീരുവാൻ ഇടയാകട്ടെ. അല്ലാതെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിന് അപമാനം വരുത്തുന്ന സഭകളായിട്ട് തീരുകയാണ്. അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഇതിൽ 2-3 വാക്യങ്ങൾ നമ്മളോട് പറയുകയാണ്. ഞങ്ങളുടെ കാലുകൾ യെരൂശലേമിൽ നിൽക്കുമ്പോൾ, തമ്മിലിണക്കിയ നഗരമായ പട്ടണത്തിൽ ഞങ്ങളുടെ കാലുകൾ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഐക്യത, ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നതിന്റെ അനുഗ്രഹം, അത് 133-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭം, എത്ര മനോഹരം, എത്ര സമാധാനം നൽകുന്ന ഒന്നാണ്. അങ്ങനെയുള്ള ഒരിടമായി ദൈവത്തെ ആരാധിക്കുന്ന നമ്മുടെ ആരാധന ആയിത്തീരുവാൻ, നമ്മുടെ ആലയങ്ങൾ നമ്മുടെ സഭകളായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. മൂന്നാമതായിട്ട് നമ്മൾ 4-ാം വാക്യത്തിൽ വായിക്കുകയാണ്, അവിടേക്ക് ഗോത്രങ്ങൾ, യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന് സാക്ഷ്യത്തിനായി യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. ടു ഗീവ് താങ്ക്സ് ടു ദ നെയിം ഓഫ് ദ ലോർഡ്. അതെ, ഇവിടെ ഇവർ ആരോഹണം ചെയ്യുന്നത് ടു ഗീവ് താങ്ക്സ് ടു ദ നെയിം ഓഫ് ദ ലോർഡ്. യഹോവയുടെ നാമത്തിന്, കർത്താവിന്റെ നാമത്തിന് സ്തോത്രമർപ്പിക്കുവാൻ, നന്ദി പറയുവാനായിട്ട് കയറി ചെല്ലുന്ന ഒരിടമാണ് യഹോവയുടെ ആലയമുള്ള സ്ഥലം. നിങ്ങളും ഞാനും ഇന്ന് ദൈവാലയത്തിലേക്ക് പോകുന്നത്, സഭായോഗങ്ങൾക്കായി പോകുന്നത്, ദൈവത്തിന്റെ ജനം ഒന്നിച്ചു കൂടുന്ന ഇടമാണ് ആലയം. അവിടേക്ക് പോകുന്നത് ടു ഗീവ് താങ്ക്സ് ടു ദ ലോർഡ്, കർത്താവിന് നന്ദി അർപ്പിക്കുവാനാണ്. നമ്മുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയണം. നമ്മളെ കൊടുംപാപിയായിരുന്ന, നീചനായിരുന്ന, ദൈവത്തിന്റെ സന്നിധിയിൽ അടുത്തു വരുവാൻ യോഗ്യതയില്ലാതിരുന്ന നിങ്ങളെയും എന്നെയും അവൻ സ്നേഹിച്ചു. നിത്യസ്നേഹത്താൽ സ്നേഹിച്ച് നമുക്കവൻ രക്ഷ തന്നു. ആ രക്ഷയ്ക്ക് നാം നന്ദിയുള്ളവരായിട്ടിരിക്കണം. നമ്മൾ അവനോട് കടപ്പെട്ടവരാണ്. അതിനവന്റെ സന്നിധിയിൽ നന്ദി പറയേണ്ടതിന്റെ ആവശ്യകതയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് നന്ദിയുള്ള ഹൃദയം നമുക്കുണ്ടാകുവാൻ ഇടയാകട്ടെ. 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുകയാണ്, അവിടെ ന്യായാസനങ്ങൾ, ദാവീദ് ഗൃഹത്തിന്റെ ന്യായാസനങ്ങൾ തന്നെ ഇരിക്കുന്നു. ആ വാക്യം നമ്മളോട് പറയുകയാണ്, there are thrones of judgment. അതെ, ദൈവത്തിന്റെ ആലയം, it's a place of discipline, and there we have to take the disciplinary action. Righteous judgments should be there. ദൈവത്തിന്റെ ആലയം അത് നീതിയുടെ സ്ഥലമാണ്. അന്യായം നടക്കേണ്ട ഇടമല്ല, ഓരോരുത്തരും സ്വന്തം ഇഷ്ടം നടത്തേണ്ട ഇടമല്ല. നീതിമാനായ ദൈവം ഭരിക്കുന്ന ഇടമാണ് ദൈവത്തിന്റെ ആലയം. അവിടെ നീതിയുള്ള കാര്യങ്ങൾ നടക്കണം, ദൈവത്തിന് ചേർന്ന കാര്യങ്ങൾ നടക്കണം, ദൈവം പ്രസാദിക്കുന്ന കാര്യങ്ങൾ നടക്കണം. ദൈവത്തിന്റെ ഹിതത്തിന് വിരുദ്ധമായ ഒന്നും അവിടെ സംഭവിക്കരുത്. അവിടെ ന്യായാസനങ്ങളുണ്ട്. അതെ, നാം വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 7 പൊൻനിലവിളക്കുകളുടെ നടുവിലുലാവുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുവാൻ കഴിയും. അതെ, നിങ്ങളുടെയും എന്റെയും ആരാധനാലയങ്ങളിൽ, നമ്മൾ ഒന്നിച്ചു കൂടുന്ന സ്ഥലം, സഭായോഗങ്ങളിൽ, അതിന്റെ നടുവിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലാവുന്നുണ്ട്. അതെ, അവന്റെ കണ്ണുകൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൂഴ്ന്നു നോക്കുന്ന, നമ്മളെ പരിശോധിക്കുന്ന കണ്ണുകളാണ്. ആ കണ്ണിനെ മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. അവൻ നീതിയോടെ ന്യായം വിധിക്കുന്ന ന്യായാധിപനാണ്. അവന്റെ സാന്നിധ്യമുള്ള ഇടമാണ് സഭ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ട വിശ്വാസികളെ വേദനിപ്പിക്കുന്ന, നീതിയോടും വിശുദ്ധിയോടും വിശ്വസ്തയോടും ജീവിക്കുന്ന ദൈവ പൈതങ്ങളെ ദുഃഖിപ്പിക്കുന്ന ഓരോരുത്തർക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ്. ദൈവത്തിന്റെ ആലയത്തിൽ നീതിയുള്ള ഒരു ന്യായാസനമുണ്ട്. ആ ന്യായാസനത്തിൽ ദൈവം ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ഡിസിപ്ലിൻ, ആൻഡ് ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ഡിസിപ്ലിനിങ് ആക്ഷൻ മസ്റ്റ് ബി ഡൺ ദെയർ. ആ സ്ഥലത്ത് ശിക്ഷണവും നടക്കണം. നമുക്കറിയാം, ദൈവസഭയിൽ ശിക്ഷണ നടപടികൾ നടന്നേ മതിയാവുകയുള്ളൂ. അവിടെ സഭയിൽ നീതിയോടെ കാര്യങ്ങൾ ചെയ്യുന്നവരായിട്ട് നമ്മൾ തീരണം. പിന്നെയും 6-ാം വാക്യത്തിലേക്ക്
വരുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: യെരൂശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുവിൻ, നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈര്യമായി ഇരിക്കട്ടെ. Pray for the peace of Jerusalem, may they prosper who love you. യെരൂശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കണമെന്ന് മാത്രമല്ല, അതിനെ സ്നേഹിക്കുന്നവർ സമൃദ്ധിയായി അനുഗ്രഹിക്കപ്പെടും എന്നും പറയുന്നു. നിങ്ങൾ ഇസ്രായേലിന്റെ സമാധാനത്തിന് വേണ്ടി, യെരൂശലേമിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണോ? അതിനെ സ്നേഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളത് ദൈവത്തിന്റെ വചനത്തിന്റെ വാഗ്ദത്തമാണ്. ഇസ്രായേലിനെ സ്നേഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും, അല്ലാത്തവർ ശപിക്കപ്പെടും. കാരണം ദൈവത്തിന്റെ ഹൃദയത്തിൽ ഒരു വലിയ പദ്ധതിയുണ്ട് ഇസ്രായേലിനെ കുറിച്ച്. ഇവിടെ ഈ 6-ാം വാക്യത്തിൽ നാം കാണുകയാണ്: യെരൂശലേമിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും. Our gatherings, our place of worship and our place of gathering should be a place of prayer also. നമ്മുടെ ആരാധനാലയങ്ങൾ, നമ്മൾ ഒന്നിച്ചു കൂടുന്ന ഇടം, സഭായോഗങ്ങൾ ഒരു പ്രാർത്ഥനയുടെ ഇടം കൂടെ ആയിരിക്കണം. നമ്മുടെ ദൈവം പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുന്നവനാണ്. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിന് മറുപടിയുണ്ട്. നിങ്ങളും ഞാനും എത്രയോ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അതിന് മറുപടി പ്രാപിച്ചവരാണ്. അതുകൊണ്ട് നമ്മുടെ ദൈവം ജീവിക്കുന്നു. നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുന്നു. സഭയുടെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ഏറെ ഫലിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കൂടിവരവുകൾ പ്രാർത്ഥനയുടെ ഇടങ്ങളായിട്ട് തീരട്ടെ. പിന്നെയും 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് ഇങ്ങനെയാണ്: നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സ്വൈര്യവും ഉണ്ടാകട്ടെ. അവിടെ നാം കാണുന്നത് ആ യെരൂശലേമിന്റെ കോട്ടയ്ക്കുള്ളിൽ സമാധാനവും സമൃദ്ധിയും, സ്വൈര്യവും സമാധാനവും. അതെ, നിങ്ങളും ഞാനും കൂടുന്ന ആരാധനാലയങ്ങൾ, നമ്മൾ ഒന്നിച്ചു കൂടുന്ന ആ കൂട്ടായ്മയുടെ സ്ഥലം, അവിടെ സമാധാനവും സമൃദ്ധിയുമാണോ? അതോ ദൈവത്തിന്റെ ന്യായവിധിയും ദൈവത്തിന്റെ കോപവും ദൈവത്തിന്റെ ശിക്ഷയും ഇറങ്ങി വരുന്ന സ്ഥലമായിട്ടാണോ ഇരിക്കുന്നത്? അയോഗ്യമായി ഈ പാനപാത്രത്തിൽ നിന്നും അപ്പത്തിൽ നിന്നും തിന്നുകയും കുടിക്കുകയും ചെയ്യുമ്പോൾ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് നിങ്ങളും ഞാനും കൂടുന്ന സ്ഥലം സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെതുമാണോ എന്നൊന്ന് ചിന്തിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവസാനമായിട്ട് 8-9 വാക്യം നമ്മളെ പഠിപ്പിക്കുകയാണ്: എന്റെ സഹോദരന്മാരും കൂട്ടാളികളും നിമിത്തം നിന്നിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും. നമ്മുടെ ദൈവമായ യഹോവയുടെ ആലയം നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും. ഇവിടെ ഈ ഇസ്രായേലിൽ, യെരൂശലേമിൽ ഉണ്ടാകുന്ന പ്രത്യേകമായ ഒരു കാര്യം നാം കാണുകയാണ്. അവിടെ ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ഫെലോഷിപ്പ്. അതൊരു കൂട്ടായ്മയുടെ സ്ഥലമാണ്. എൻ്റെ സഹോദരന്മാരും കൂട്ടാളികളും നിമിത്തം നിന്നിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും. അതെ, ഇസ്രായേലിന് സമാധാനം ഉണ്ടാകുവാനായിട്ട് ആഗ്രഹിക്കുന്ന കൂട്ടാളികൾ ഇസ്രായേലിനുണ്ട്. അതുപോലെ ദൈവസഭയിൽ നിങ്ങൾക്കും എനിക്കും അന്യോന്യം സമാധാനം ഉണ്ടാകുവാനായിട്ട് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന, അന്യോന്യം കർത്താവിനോടുള്ള സ്നേഹത്തിൽ വളർന്നു വരുവാൻ പ്രോത്സാഹിപ്പിക്കുന്ന അനുഗ്രഹീതമായ സഹോദര ബന്ധം ഉണ്ടായിരിക്കണം. എൻ്റെ സഹോദരന്മാർ, ബ്രദറൻ, മൈ ബ്രദറൻ, എൻ്റെ സഹോദരന്മാർ. അതെ, നമുക്ക് ഏറ്റവും അടുത്ത കൂട്ടായ്മയുടെ ഒരു സ്ഥലമാണ് ദൈവത്തിന്റെ ആലയം. അവിടെ സമാധാനമുണ്ടാകും. ആ ദൈവത്തിന്റെ ആലയം നിമിത്തം ദൈവത്തിന്റെ ജനം അതിന്റെ നന്മ അന്വേഷിക്കും. ആർ യു സീക്കിംഗ് ദ ഗുഡ്നെസ് ഓഫ് ദ ടെമ്പിൾ ഓഫ് ഗോഡ്? ഇന്ന് കർത്താവിന്റെ സഭയാണ് നമുക്ക് ദൈവത്തിന്റെ ആലയം. നിങ്ങളും ഞാനും നാം കൂടി വരുന്ന നമ്മുടെ സഭയുടെ നന്മയ്ക്കായിട്ട് പ്രാർത്ഥിക്കാറുണ്ടോ? നന്മയ്ക്കായിട്ട് ആഗ്രഹിക്കാറുണ്ടോ? സഭയുടെ വളർച്ചയ്ക്കായി കാക്ഷിക്കുന്നുണ്ടോ? അതിനുവേണ്ടി അധ്വാനിക്കാറുണ്ടോ? അത് നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. ഈ 122-ാം സങ്കീർത്തനം യെരൂശലേമിനെ കുറിച്ചും ഇസ്രായേലിന്റെ നന്മയെയും അനുഗ്രഹത്തെയും കുറിച്ച് പറയുന്നുവെങ്കിലും ഈ വേദഭാഗത്തിലൂടെ ഇന്ന് നമ്മൾ ഉൾക്കൊണ്ടു നിൽക്കുന്ന ദൈവത്തിന്റെ ആലയത്തിന്റെ മനോഹാരിതയും ഐശ്വര്യവും നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. അതെ, നാം ഓർത്തതുപോലെ ഇതൊരു സന്തോഷത്തിന്റെ സ്ഥലമാണ്, ഇതൊരു ഐക്യത്തിന്റെ സ്ഥലമാണ്, ഇത് ഒരു ആരാധനയുടെ നന്ദി അർപ്പിക്കുന്ന ഇടമാണ്. ഇത് ഒരു ശിക്ഷണ നടപടി നടത്തേണ്ട,
നന്നായി പ്രവർത്തിക്കേണ്ട ഒരു ഇടമാണ്. ഇത് പ്രാർത്ഥനയുടെ സ്ഥലമാണ്. ഇത് സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും സ്ഥലമാണ്. ഇത് കൂട്ടായ്മയുടെ സ്ഥലമാണ്. ഇങ്ങനെയുള്ള ഒരു ഭവനത്തിലേക്ക് നിങ്ങളെയും എന്നെയും ദൈവം കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള ഭവനത്തിൽ ഒന്നിച്ചു ചേർന്ന് യേശു ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ ഒന്നിച്ചു നിന്ന് അവന്റെ നാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി നമുക്ക് ജീവിക്കാം. ഇസ്രായേലിന്റെ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, യെരൂശലേമിന്റെ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, വീണ്ടും ജനിച്ച ദൈവമക്കളായ നിങ്ങളും ഞാനും ആഗ്രഹിക്കുന്നത് നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തു മടങ്ങി വന്ന് നിങ്ങളെയും എന്നെയും അവന്റെ സന്നിധിയിൽ ചേർത്ത് അവൻ രാജാതി രാജാവായി വാഴുന്ന വാഴ്ചയിൽ അവനോടുകൂടെ വാഴുവാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. നമുക്ക് പ്രത്യാശയോടുകൂടെ കാത്തിരിക്കാം. നമ്മുടെ കർത്താവ് വേഗം വരും. ഈ ലോക സംഭവങ്ങൾ വളരെ വ്യക്തമായി നമ്മളോട് പറയുകയാണ്. ഓരോ രാഷ്ട്രങ്ങളിലും നടക്കുന്ന സംഭവങ്ങൾ നമ്മളോട് പറയുകയാണ്. നമ്മുടെ വീണ്ടെടുപ്പിന്റെ നാളുകൾ അടുത്തിരിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്കൊരുങ്ങാം. നമ്മുടെ കർത്താവ് വേഗം വരുന്നു. പ്രത്യാശയോടെ കാത്തിരിക്കാം. ആത്മാവിൽ ധൈര്യമുള്ളവരായി ദൈവകൃപയിൽ ശരണപ്പെട്ട് നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതം